നിങ്ങൾക്ക് നല്ല ട്രാൻസാക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല EMI സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പല ആളുകളും നമ്മുടെ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ ബന്ധുക്കാർക്കും ഒക്കെ നമ്മുടെ പേരിൽ ലോണും EMI ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പലപ്പോഴും ആ ഒരു ബന്ധം അതോടെ തീർന്നതായിട്ടാണ് ഒരു 95% ആളുകൾക്ക്. കാരണം ഇവരെന്ത് ചെയ്യും, നമ്മളെ പേരിലിടും. പിന്നെ ഇവരിത് അടക്കാതെ ബുദ്ധിമുട്ടാണ് സമയത്ത് എടാ നീയും നടക്ക് എന്ന് പറയും. ആ സമയത്ത് തന്നെ നമ്മൾ ആക്ച്വലി നമുക്ക് നമ്മളതായിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളും ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ എട്ടിന്റെ നിലയിൽ കൊടുക്കും. അതേ സമയത്ത് ഇവര് ഈ എമൗണ്ട് അടക്കാതിരുന്ന് കഴിഞ്ഞാലും നമുക്ക് തന്നെയാണ് അതിന്റെ വൻ ദോഷങ്ങൾ. കാരണം നമ്മുടെ പേരിലാണ്, പിന്നെ നമ്മൾ തന്നെ അടക്കേണ്ടി വരും. ഒരു വലിയ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരാള് നിൽക്കും, ഇവൻ അടച്ചില്ലെങ്കിൽ നമ്മളായിരിക്കും അത് ഏറ്റെടുത്തോളം നമ്മൾ സാക്ഷിയായിട്ട് ഒരാൾ നിൽക്കും. അപ്പൊ ഈ സാക്ഷി നിൽക്കുന്ന ആൾക്കാരും എട്ടിന്റെ അതിൽ പെടും. കാരണം വെച്ചാൽ ഇൻ കേസ് അയാൾ അടക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് സിവിൽ സ്കോറിനും അത് ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ബിസിനസ് ഓണേഴ്സ് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു കാർ എടുക്കാൻ നോക്കുന്ന സമയത്ത് സിവിൽ സ്കോർ 500 താഴെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നോക്കുന്ന സമയത്ത് അദ്ദേഹം മുമ്പ് ഏതൊരു ലോൺ എടുത്ത ഒരാൾക്ക് വേണ്ടിയിട്ട്, സുഹൃത്തിന് വേണ്ടിയിട്ട് ലോണിന് സാക്ഷിയായിട്ട് നിന്ന സമയത്ത് എന്തു പറ്റി, അദ്ദേഹത്തിന് അടക്കാതെ ഉണ്ടായത് ഒരു 11,000 രൂപ. അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് അന്ന് ഈ ലോൺ പോലും പാസ്സാവാതെ പോയത്. പിന്നെ അയാൾ ആ പേയ്മെന്റ് പോയി അടച്ചപ്പോഴാണ് കാര്യങ്ങൾ റെഡി ആയത് എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നമുക്ക് EMI സ്കോർ ഉണ്ട്, എല്ലായിടത്തും പോയിട്ട് നിൽക്കാൻ നിൽക്കരുത്. ലാസ്റ്റ് ആ ബന്ധങ്ങളും അതോടെ നശിക്കും.